സ്മിതയിലേക്ക് പോകുന്നു. ഇടയ്ക്കൽ പ്രദേശവാസിയാണ് സ്മിത. ഇന്ന് രാവിലെ 10:10 ഒരു ഉഗ്രസ്ഫോടന ശബ്ദം കേട്ടു, പിന്നീട് ഒരു തുടർ ശബ്ദം കേട്ടു. ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. സ്മിതയുടെ അനുഭവം എന്താണ്? ഒരു 10 മണിക്ക് ശേഷമാണ് നമ്മളിവിടെ വലിയൊരു സൗണ്ട് നമുക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായിട്ട് എന്തോ ശക്തിയായി വന്ന് വീഴുന്ന പോലത്തെ ഒരു സൗണ്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് മുകളിൽ എന്തോ വീണതാണെന്ന് വിചാരിച്ച് വാർക്കയുടെ മുകളിലേക്ക് പോയി നോക്കിയപ്പോൾ ടെറസിൻ്റെ മുകളിലൊന്നും വീണതായിട്ട് കണ്ടില്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ലാതെ താഴേക്ക് വന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് അറിയുന്നത്, പിന്നെ തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് ഞങ്ങൾക്ക് മാത്രമല്ല അനുഭവപ്പെട്ട എല്ലാ വീടുകളിലും ഇത് ഇങ്ങനെയൊരു സൗണ്ട് ഉണ്ടായതും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും മെസ്സേജുകളും ഒക്കെ പിന്നീടാണ് ഉണ്ടായത്. ശബ്ദം മാത്രമായിരുന്നു, അങ്ങനെ പലരും പറയുന്നു. അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ചെറുതായിട്ട് പാത്രങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. ചിലരുടെ ജനല് വന്നിട്ട് ഇങ്ങനെ അടിച്ചൊരു സൗണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ സൗണ്ടുകൾ, നമ്മുടെ സൗണ്ട് മാത്രമാണ് കാര്യമായിട്ട് കേട്ടത്. വേറെ പ്രത്യേകിച്ച് ആയിട്ട് ഇടിവെട്ടുന്ന ശബ്ദം പോലെ ആയിരുന്നോ? അങ്ങനെ നിൽക്കുന്നു. ഇടിവെട്ടുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെട്ടത്. ചിലർക്കത് ഇടിവെട്ടുന്നതായിട്ട് തോന്നി, ചിലർക്കത് എന്തോ വന്ന് വീഴുന്നതായിട്ടുള്ള ഇതാ തോന്നി, ചിലർക്ക് നിലത്തുനിന്ന് ഇങ്ങനെ തരിപ്പ് കയറുന്ന പോലെ തോന്നി. അങ്ങനെ പല രീതിയിലാണ് പലർക്കും അനുഭവപ്പെട്ടത്. ചിലർക്ക് ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കുറച്ചു നേരത്തേക്ക്. അങ്ങനെയും ചിലർ അനുഭവം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സ്മിത ഇപ്പോൾ ഇടയ്ക്കൽ ഈ ശബ്ദം നന്നായി കേട്ട പ്രദേശത്ത് നിന്ന് തന്നെയാണ് സ്മിത വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ തന്നെ തുടരുകയാണോ? കുറേ പേരെങ്കിലും അമ്പലവയലിൽ കുറേ പേരെങ്കിലും ക്യാമ്പിലേക്ക് മാറിയെന്ന് പറയുന്നു. ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴും ആശങ്കയുള്ളവർക്ക് മാറാം എന്നൊരു നിലപാടാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരുന്നത്. നിങ്ങൾ വീട്ടിൽ തന്നെ തുടരുകയാണ് അല്ലേ? ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്. കാരണം ഞങ്ങളുടെ തൊട്ടടുത്തുള്ളവരൊക്കെ തന്നെ എല്ലാവരും തന്നെ മാറി. ഒരുപാട് വീട്ടുകാർ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. ബന്ധു വീടുകളിലേക്കും അങ്ങ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ക്യാമ്പിലേക്ക് പോയതായിട്ട് എനിക്ക് അറിവില്ല. ക്യാമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു. അമ്പലവേലി സ്കൂള്, ഹൈസ്കൂള് അതിന് വേണ്ടിയിട്ട് ക്യാമ്പിനായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകേണ്ടവർക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടേക്ക് പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. എല്ലാവരും ബന്ധു വീടുകളിൽ കൂടിയാണ് പോയിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ളവർ, ഞങ്ങൾ കുറഞ്ഞ വീട്ടുകാർ മാത്രമേ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പം മഴയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് ഹസ്ബൻഡ് പറഞ്ഞു കുറച്ച് നമുക്ക് നോക്കിയിട്ട് പോകാൻ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ബാഗുകളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. രേഖകളും അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ പോകാൻ പാകത്തിനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും പോയി. ഒരു 2 ദിവസത്തേക്കാണെങ്കിലും മാറി നിന്നിട്ടുണ്ട്. നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ ആൾ വന്നിട്ട് നിങ്ങൾ 2 ദിവസത്തേക്ക് തൽക്കാലം മാറി നിൽക്കാൻ കഴിയുമെങ്കിൽ മാറി നിൽക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാവരും മാറിയത് ഇവിടുന്ന്. ഇപ്പോൾ എന്തായാലും ഭയക്കേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമായല്ലോ. ഇപ്പോൾ ഒരുപാട് വിദഗ്ധർ ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ ഔദ്യോഗികമായി തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. സർക്കാരും വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. സ്മിത, ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഇപ്പോൾ സർക്കാരും അത് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഭയക്കാനൊന്നുമില്ല, അതൊരു ഭൂകമ്പമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടോ? പിന്നെ ഈ യഥാർത്ഥത്തിൽ ഈ മുണ്ടക്കയുടെ പശ്ചാത്തലത്തിലല്ലേ ഇത്ര ഒരു ഭീതി ഉണ്ടായത്? അല്ലെങ്കിൽ ഒരു ശബ്ദം വരുമ്പോൾ ഇത്ര ഭയക്കില്ലല്ലോ സാധാരണഗതിയിൽ. ഭീതി ഉണ്ടായത് ഭയക്കില്ല. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് മാത്രമല്ല എല്ലാ ഭാഗങ്ങളിലും ഇത് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പേടി കുറവുണ്ട്. അത് മാത്രം ഈ സൗണ്ട് കേട്ടെന്ന് പറയുമ്പോൾ മുണ്ടക്കൈയിൽ ചൂരൽമലയിൽ സംഭവിച്ചത് ഞങ്ങളുടെ എവിടെയും സംഭവിക്കാൻ പോകുകയാണോ, ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ഭീതി കുറവുണ്ട്. ഈ ഞങ്ങളുടെ വീടിൻ്റെ ബേക്കുകളിൽ എന്ന് പറഞ്ഞാൽ വലിയ റിസോർട്ടുകളും ഒരുപാട് കുളങ്ങളൊക്കെ ഉണ്ട്. പേടി പ്രദേശവാസികൾക്കാണ്. അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതിക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടോ? അങ്ങനെയൊക്കെ ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു. അതായിരിക്കാം കാരണം എന്നുള്ള മട്ടിൽ അങ്ങനെയും ചിലർ സംശയിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരുപാട് റിസോർട്ടുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് കുളങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭീഷണിയാണ് ശരിക്കും. അതൊക്കെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും തന്നെ പോകുന്ന രീതിയാണ്. അപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടതാണ്. എല്ലാവരും തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ചർച്ച, ഒരു മീറ്റിംഗ് ഒക്കെ കൂടാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഒരു സൗണ്ട് ഉണ്ടായത്. അങ്ങനെ പഞ്ചായത്തിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭീതി ഉണ്ട് ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും. ഈ പഞ്ചായത്ത് അധികൃതരൊക്കെ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നല്ലോ, സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ ആശങ്ക പറഞ്ഞപ്പോൾ എന്താണ് പറയുന്നത്? ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ പറഞ്ഞത്? പഞ്ചായത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ പറഞ്ഞത്? അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല.
അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവർ പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയില്ല, കൂടുതലായിട്ട് അറിയത്തില്ല അതിനെക്കുറിച്ച്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.